ഹായ് ഹലോ. അപ്പോൾ നമുക്ക് എക്കണോമിക്സിൻ്റെ ഇപ്പോൾ കഴിഞ്ഞിട്ടിരിക്കുന്ന എക്സാമില്ലേ, നമ്മുടെ ജൂൺ 25 എക്സാമിൻ്റെ ഒരു അനാലിസിസ് ആണ് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്, ഡിഫിക്കൽട്ടി ലെവൽ എങ്ങനെ ഉണ്ടായിരുന്നു, ആൻഡ് ദെൻ അതുപോലെ തന്നെ കട്ട് ഓഫ് എങ്ങനെ വരാനാണ് പോസിബിലിറ്റി, അങ്ങനത്തെ മുഴുവൻ കാര്യങ്ങൾ നമുക്കവിടെ അങ്ങ് നോക്കാം. അപ്പോൾ നമുക്കത് കുറച്ചുകൂടെ ഒതൻറ്റിക്കായിട്ട് ഡീൽ ചെയ്യേണ്ടതുണ്ട്. അപ്പം നമുക്ക് ഈ ജൂണിലെ കട്ട് ഓഫിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ടൈമിലെ ഒഫീഷ്യൽ കട്ട് ഓഫ് എന്തായിരുന്നു, അതിൻ്റെ ഒരു എക്സാമിന് ഡിഫിക്കൽട്ട് ലെവൽ എന്തായിരുന്നു, ആൻഡ് ദെൻ ഈ എക്സാമിൻ്റെ ഡിഫിക്കൽട്ട് ലെവൽ എന്തായിരുന്നു, അങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, അറിഞ്ഞിരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് അത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ലാസ്റ്റ് ഡിസംബറിലെ എക്കണോമിക്സിൻ്റെ കട്ട് ഓഫ് ഇതായിരുന്നു. നിങ്ങളുടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ JRF ആണെന്നുണ്ടെങ്കിൽ കട്ട് ഓഫ് വന്നിരുന്നത് 68% ആയിരുന്നു. 68.66 ആയിരുന്നു. 206 ആയിരുന്നു മാർക്ക് വന്നിരിക്കുന്നത്. 66 പേരാണ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒഫീഷ്യലി. അപ്പോൾ ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ലാസ്റ്റ് ടൈമിലെ ഒഫീഷ്യൽ കട്ട് ഓഫ് ആണ്. ജനറൽ കാറ്റഗറി എടുത്തു കഴിഞ്ഞാൽ JRFൻ്റെ കട്ട് ഓഫ് 206 മാർക്ക് അല്ലെങ്കിൽ 68.66%. 66 കുട്ടികൾ ക്വാളിഫൈഡ് ആയി. അതേപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് മാത്രമാണെന്നുണ്ടെങ്കിൽ ജനറൽ കാറ്റഗറിയിൽ 180 ആയിരുന്നു കട്ട് ഓഫ് മാർക്ക് വന്നിരുന്നത്. 60%, 756 സ്റ്റുഡൻസ് ക്വാളിഫൈഡ് ആയി. ആൻഡ് ദെൻ നോൺ ക്രീമിലെയറിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ 192 ആയിരുന്നു മാർക്ക് വേണ്ടിയിരുന്നത്. 63.66%. 45 സ്റ്റുഡൻസ് ആണ് ക്വാളിഫൈഡ് ആയത് JRF. അതേപോലെ തന്നെ ഇത് ഓൾ ഇന്ത്യ ലെവലാണ് കേട്ടോ. ആൻഡ് ദെൻ അതേപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് മാത്രമാണെങ്കിൽ നോൺ ക്രീമിലെയർ OBC കാറ്റഗറിയിൽ 162 ആയിരുന്നു മാർക്കായിട്ട് വന്നിരുന്നത്. 54%. 536 കുട്ടികളാണ് ക്വാളിഫൈഡ് ആയത്. ഇത് ഒഫീഷ്യൽ കട്ട് ഓഫാണ് ലാസ്റ്റ് ടൈമിൽ. അത് EWSയിലേക്ക് വന്നു കഴിഞ്ഞാൽ 194 മാർക്കായിരുന്നു. 64.66%. 24 കുട്ടികൾക്ക് JRF ക്വാളിഫൈഡ് ആകാൻ സാധിച്ചു. ആൻഡ് ദെൻ അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് മാത്രമാണെങ്കിൽ EWSയിൽ വന്നിരിക്കുന്നത് മാർക്ക് ഇൻ ടൈംസ് കട്ട് ഓഫ് വന്നിരിക്കുന്നത് 166 ആണ്. 166%. 55.33 ആണ്. 192 കുട്ടികൾ ക്വാളിഫൈഡ് ആയിട്ടുണ്ട്. SC കാറ്റഗറിയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ 178 ആയിരുന്നു മാർക്ക് കട്ട് ഓഫ്. 59%. ഓക്കെ, 59.33 JRFന് വേണ്ടിയുള്ള കട്ട് ഓഫ്. 31 സ്റ്റുഡൻസിനാണ് ആ ഒരു കാറ്റഗറിയിൽ ക്വാളിഫൈഡ് ആകാൻ സാധിച്ചത്. അതേ കാറ്റഗറിയിൽ അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് ആണെങ്കിൽ കട്ട് ഓഫ് 150 മാർക്കായിരുന്നു. 50%. 282 കുട്ടികൾ അവിടെ എന്തായിട്ടുണ്ട്, അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് ക്വാളിഫൈഡ് ആയിട്ടുണ്ടായിരുന്നതാണ്. ആൻഡ് ദെൻ തൊട്ട് താഴത്തെ കാറ്റഗറിയിലേക്ക് നമുക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഷെഡ്യൂൾ ട്രൈബിലേക്ക് നമ്മൾ വന്ന് 172 ആയിരുന്നു അവിടുത്തെ മാർക്ക് JRFൻ്റെ വേണ്ടിയിരുന്നത്. 57.33%. 18 കുട്ടികളാണ് അവിടെ ക്വാളിഫൈഡ് ആയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദെൻ അതിൻ്റെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിൻ്റെ നെറ്റിന് മാത്രമുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് 148 മാർക്കായിരുന്നു. 49.33%. ഓക്കെ, 176 കുട്ടികൾ ക്വാളിഫൈഡ് ആയിട്ടായിരുന്നു. ഇത് ലാസ്റ്റ് ടൈമിലെ ഡിസംബറിലെ 2024 ഒഫീഷ്യൽ കട്ട് ഓഫ് ആണ്. ഓക്കെ, നമുക്കറിയാം ഈ ഒരു പ്രാവശ്യം എക്സാം അത്ര ഡിഫിക്കൽട്ട് ആയിരുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ അറിയാവുന്ന നല്ല രീതിയിലേക്കുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ടായിരുന്ന ഒരു പറഞ്ഞിരിക്കുന്നത് ഈസി കൈൻഡ് ഓഫ് എക്സാം എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാംസിനെ കമ്പയർ ചെയ്യുമ്പോൾ പറയാവുന്ന ഒരു എക്സാമിനേഷൻ ആയിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഡിഫിക്കൽട്ടിലോട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഈസി ടു മോഡറേറ്റ് എന്ന കാറ്റഗറി പറയാവുന്ന ഒരു എക്സാം ആയിരുന്നു ലാസ്റ്റ് ടൈമിൽ. അതിൻ്റെ കട്ട് ഓഫാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് ടൈമിൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കട്ട് ഓഫിനെ കുറിച്ച് നമുക്ക് ഒഫീഷ്യലി ഡിസ്കസ് ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല. കട്ട് ഓഫിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒഫീഷ്യൽ കട്ട് ഓഫിനെ ഏതൊക്കെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളതാണ്. ആദ്യം നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. ഒന്ന്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് അപ്പിയർഡ് ആണ്. എത്ര സ്റ്റുഡൻസ് നെറ്റ് എക്സാമിന് എക്കണോമിക്സിന് കീഴിൽ അപ്പിയർ ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായിട്ടുള്ള കണക്ക് ഇപ്പം നമ്മുടെ കൈവശമില്ല, അത് UGC റിലീസ് ചെയ്യേണ്ടതാണ്. 2, ഡിഫിക്കൽട്ടി ലെവൽ എന്ന് പറയും, ഡിഫിക്കൽട്ടി ലെവൽ. ഓക്കെ. 3, JRFൻ്റെ കട്ട് ഓഫ് ഒക്കെ പറയുമ്പോഴത്തേനും JRFൻ്റെ വേക്കൻസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ബേസിക്കലി. ഇവിടെ ഇപ്പോൾ ഒരുപാട് പേര് JRFനൊക്കെ റിസൾട്ട് വന്നു പിന്നെ ഇത്രയും കണക്കുകളൊന്നും ഇടും. അങ്ങനെയൊന്നും അല്ല. 1% ഒന്ന് UGC പറയുമ്പോഴും വേക്കൻസി അനുസരിച്ച് പല സബ്ജക്റ്റുകൾക്കും 1% തികച്ചു വരാറില്ല. 0.8ഉം 0.9ഉം 8.7ഒക്കെയാണ് യൂഷ്വലി വരാറുള്ളത്. 1% പോലും തികച്ചു വരാറില്ല എന്നുള്ള കാര്യം കറക്റ്റായിട്ട് നിങ്ങൾ അവിടെ നിന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പം നമ്പർ ഓഫ് വേക്കൻസിയും കട്ട് ഓഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. പിന്നെ നോർമലൈസേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സുണ്ട്. അത് അതിലധികം ഷിഫ്റ്റ് വന്നു കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഈ പ്രാവശ്യം അങ്ങനത്തെ ഒരു കാറ്റഗറി ഫോമാറ്റ് ഇല്ല. അതായത് നമുക്ക് നോർമലൈസേഷൻ്റെ ആവശ്യകതയില്ല. കാരണം നമുക്ക് ഒറ്റ ഷിഫ്റ്റായിട്ടാണ് എല്ലാ എക്സാംസ് നമുക്കവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യത്തെ 2025 ജൂണിലെ കട്ട് ഓഫ് എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എക്കണോമിക്സിൻ്റെ ജൂണിലെ കട്ട് ഓഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എക്കണോമിക്സിൻ്റെ എക്സാമിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ, 2, അപ്പിയർ ചെയ്ത ആൾക്കാരുടെ എണ്ണം,
മൂന്ന് JRFിൻ്റെ വേക്കൻസി. ഇത്തരം കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇതിൽ എത്രത്തോളം പേര് അപ്പിയർ ചെയ്തു എന്നുള്ളത് ഒഫീഷ്യലി UGC പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പറയാൻ സാധിക്കുള്ളൂ. ഒരു അപ്രോക്സിമേറ്റ് കണക്കുകൾ മാത്രമേ നമ്മുടെ കൈവശം അവിടെ ഉള്ളൂ എന്നുള്ളതാണ്. ആൻഡ് ദെൻ അതേപോലെ തന്നെ JRF വേക്കൻസി 1 എന്ന് പറയുമ്പോൾ 1 തികച്ച് കൊടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടോ, അത് 0.9 0.87 പോസിബിലിറ്റി ഉണ്ടോ എന്ന് പറയുന്ന കൺസേൺ നമുക്കവിടെ ഉണ്ട്. പിന്നെ നമുക്കത് എടുത്ത് പറയാവുന്ന ഡിഫിക്കൽട്ട് ലെവലാണ്. അതായത് ലാസ്റ്റ് ഡിസംബറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ജൂണിലെ ഡിഫിക്കൽട്ട് ലെവൽ എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്കൊരു കുറച്ചുകൂടെ ഹൈ ഡിഫിക്കൽട്ട് ലെവലാണ്. ഓക്കെ, ആദ്യത്തെ ഈസി ടു മോഡറേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഡിഫിക്കൽട്ട് മോഡറേറ്റ് ടു ഹൈ ആണ്. അതായത് ഡിഫിക്കൽട്ട് ലെവൽ കൂടുതലായിരുന്നു ഈ ഒരു എക്സാം എന്നുള്ള കാര്യം നമുക്ക് കറക്റ്റായിട്ട് അവിടെ അറിയാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിഫിക്കൽട്ട് ലെവൽ കൂടുതലാണ് കഴിഞ്ഞ ഡിസംബറിലെ എക്സാമും ഈ പറഞ്ഞിരിക്കുന്ന ജൂണിലെ എക്സാമുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, 2024 ഡിസംബർ ആൻഡ് ദെൻ 2025 ജൂൺ എക്സാം കമ്പാരിസൺ നമ്മൾ എടുക്കുമ്പം എക്കണോമിക്സിൻ്റെ ഡിഫിക്കൽട്ട് ലെവൽ ഹൈ ആയിരുന്നു. അവിടുത്തെ ഡിഫിക്കൽട്ട് ലെവൽ ഈസി ടു മോഡറേറ്റ് ആയിരുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഡിഫിക്കൽട്ട് ലെവൽ മോഡറേറ്റ് ടു ഈസി ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഡിഫിക്കൽട്ട് ലെവൽ കൂടി. അപ്പോൾ ഡിഫിക്കൽട്ട് ലെവൽ കൂടിയത് കൊണ്ട് തന്നെ കട്ട് ഓഫ് കുറയും എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും തീർച്ച പറയാൻ സാധിക്കത്തില്ല. കുറയും, പക്ഷേ എത്രത്തോളം കുറയും എന്ന് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ബാക്കി 2 ഫാക്ടേഴ്സോടെ മാറ്ററാണ്. ഏത് ഫാക്ടേഴ്സാണ്? ഒന്ന്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് അപ്പിയർഡ്, അത് എത്ര പേരുണ്ടെന്നുള്ളത് UGC ഒഫീഷ്യലി പുറത്തു വിട്ടാലും നമുക്കത് പറയാണ്ട് സാധിക്കത്തുള്ളൂ. പിന്നീട് നോർമലൈസേഷൻ്റെ ആവശ്യകതയില്ല, ഒറ്റ ഷിഫ്റ്റേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അങ്ങനത്തെ ഒരു മാറ്റം ഇവിടെ വരാനുള്ള പോസിബിലിറ്റീസ് ഇല്ല. പിന്നെ 1% തന്നെ തികച്ചു കൊടുക്കുമോ നെറ്റ്, അത് അതിൽ താഴെ വരുമോ, JRFിൻ്റെ വേക്കൻസി ഇവിടെ എന്താണ് മാറ്ററാണെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ എടുത്ത് ഇതെല്ലാം കൂടെ നമ്മൾ പരിഗണിച്ച് കഴിയുമ്പോഴത്തേനും എന്തായിരിക്കും കട്ട് ഓഫ് വരാനൊരു പോസിബിലിറ്റി, അതെനിക്ക് ഏകദേശം പറയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതായത് ഇത് തന്നെയായിരിക്കും ഒഫീഷ്യൽ കട്ട് ഓഫ് എന്ന് തീർത്ത് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. കാരണം അപ്പിയർ ചെയ്ത സ്റ്റുഡൻസിൻ്റെ നമ്പർ നമ്മുടെ കൈവശമില്ല. ആൻഡ് ദെൻ അതേപോലെ JRFിൻ്റെ വേക്കൻസി പൂർണ്ണമായിട്ട് ഇപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ ഡിഫിക്കൽട്ട് ലെവലാണെങ്കിലും സ്റ്റുഡൻസിൻ്റെ ഫീഡ്ബാക്കും നമുക്ക് ഉള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒരു റേഞ്ചും ഒക്കെ മാത്രം വെച്ചുള്ള കാര്യങ്ങൾ നമുക്ക് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു +or- പോസിബിലിറ്റി ഡീവിയേഷൻ മാത്രമാണ് നമുക്കിവിടെ പറയാൻ സാധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ലാസ്റ്റ് ടൈമിൽ ഡിസംബർ ആണെങ്കിൽ അൺറിസർവ്ഡ് കാറ്റഗറി, ജനറൽ കാറ്റഗറി JRFിൻ്റെ കട്ട് ഓഫ്. ആദ്യം നമുക്കപ്പോൾ JRFിൻ്റെ കട്ട് ഓഫിനുള്ള പോസിബിലിറ്റി നമുക്കവിടെ നോക്കാം. അപ്പോൾ JRFിൻ്റെ കട്ട് ഓഫിൻ്റെ പോസിബിലിറ്റി പറയുമ്പോൾ ഒരു കാര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കുക, എന്താണ്? നമ്പർ ഓഫ് വേക്കൻസി നമുക്ക് എടുത്ത് പറയാൻ സാധിക്കത്തില്ല. അപ്പോൾ 1% തികച്ചു വരും. അതേപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിലേക്ക് 0.87 0.9 ഒക്കെ വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് എന്നുള്ളൊരു മാറ്ററാണ് അവിടെ. അത് ഓരോ പ്രാവശ്യത്തെയും വേക്കൻസിയും ബഡ്ജറ്റ് അലോക്കേഷൻ അങ്ങനത്തെ പല കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്താണ് അവിടെ വരുന്നത്. പിന്നെ ഡിഫിക്കൽട്ട് ലെവൽ, അത് നമുക്ക് കറക്റ്റായിട്ട് നമുക്കവിടെ പറയാൻ സാധിക്കും. അപ്പം ഡിഫിക്കൽട്ട് ലെവൽ മാത്രം വെച്ച് നമ്മൾ പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ടൈമിലെ കട്ട് ഓഫ് ജനറൽ കാറ്റഗറിയുടെ 206 ആയിരുന്നു. 68.66% ക്വാളിഫൈഡ് ആകാൻ JRFിന് വേണ്ടിയിരുന്ന പെർസെൻറ്റേജ്. അതിൽ നിന്ന് ഏകദേശം ഒരു 3 മുതൽ 5 വരെ ശതമാനത്തിൻ്റെ ഡീവിയേഷൻ വരാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ട് ഈ പ്രാവശ്യത്തെ എക്സാമിൽ ഡിഫിക്കൽട്ട് ലെവൽ വെച്ച് നമുക്ക് പറയുമ്പോൾ. പക്ഷേ ഡിഫിക്കൽട്ട് ലെവൽ മാത്രം വെച്ച് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സും അതേപോലെ തന്നെ JRFിൻ്റെ വേക്കൻസി ഇവിടെ എന്താണ് മാറ്ററാണ്. അപ്പം എക്കണോമിക്സിൻ്റെ JRFിൻ്റെ കട്ട് ഓഫ് ഏകദേശം ഒരു 63 മുതൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ കൊടുത്തിരിക്കുന്ന വാല്യൂവിൻ്റെ മിഡ് വരാനാണ് ഏറ്റവും വലിയ പോസിബിലിറ്റി ഉള്ളത്. ബിറ്റ്വീൻ 63 and 67 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അപ്രോക്സിമേറ്റ്ലി നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ ഏകദേശം ഒരു 65 അല്ലെങ്കിൽ ഒരു 64 ഒക്കെ വരാനുള്ള എല്ലാ പോസിബിലിറ്റീസും നമുക്കത് പറയാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്കതിന് നോൺ ക്രീമിയൽ OBC കാറ്റഗറി എടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് ടൈമിലെ കട്ട് ഓഫ് 192 ആയിരുന്നു മാർക്ക്. ഓക്കെ, ആൻഡ് ദെൻ പെർസെൻറ്റേജ് ആണെങ്കിൽ 63.66 ആയിരുന്നു എന്നുള്ളതാണ്. അത് ഈ പ്രാവശ്യത്തിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ഏകദേശം ഒരു 58% 61% ഇടയ്ക്ക് വരാനാണ് പോസിബിലിറ്റി. EWC കാറ്റഗറി ആണെങ്കിൽ ലാസ്റ്റ് ടൈം അത് 194 ആയിരുന്നു, 64.66 ആയിരുന്നു. ആൻഡ് ദെൻ ഈ പ്രാവശ്യം അത് ഏകദേശം ഒരു 59% 62% ഇടയിൽ വരാനാണ് ഒരു പോസിബിലിറ്റി എന്നുള്ളതാണ്. ആൻഡ് ദെൻ അതേപോലെ തന്നെ SC കാറ്റഗറി നമുക്ക് എടുത്തു കഴിഞ്ഞാൽ 59 ആയിരുന്നു JRFിൻ്റെ കട്ട് ഓഫ് ലാസ്റ്റ് ടൈം. അപ്പോൾ അത് ഈ പ്രാവശ്യം ഒരു ഏകദേശം ഒരു 53 അല്ലെങ്കിൽ 54 കുറയാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഇൻ ബിറ്റ്വീൻ 53 and 57 ആയിരിക്കും അവിടെ വരാൻ പോകുന്ന ഏകദേശം ഒരു കട്ട് ഓഫ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ദെൻ അതേപോലെ തന്നെ തൊട്ട് താഴെയുള്ള കാറ്റഗറി നമുക്ക് എടുക്കുകയാണെങ്കിൽ ലാസ്റ്റ് ടൈമിലെ കട്ട് ഓഫ് 57.33% ആയിരുന്നു, 172 മാർക്ക്. ഈ പ്രാവശ്യം അത് 51 മുതൽ 55 വരെ വരാനാണ് ഒരു പോസിബിലിറ്റി. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് നമുക്ക് എത്രത്തോളം പോസിബിലിറ്റി എന്നേ പറയാൻ സാധിക്കുള്ളൂ. കാരണം നമ്പർ ഓഫ് സ്റ്റുഡൻസ് നമുക്ക് പൂർണ്ണമായിട്ട് UGC ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്യേണ്ടതാണ്. നമുക്കറിയില്ല എത്ര പേര് അപ്പിയർ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ വേക്കൻസി 1% തികച്ചുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. അതിനനുസരിച്ചാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഒരു -3 to -5 ഡീവിയേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ലാസ്റ്റ് ടൈമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കട്ട് ഓഫ് കൂടില്ല, കട്ട് ഓഫ് കുറയുകയുള്ളൂ. കാരണം ഡിഫിക്കൽട്ട് ലെവലിൽ ആ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഈസി ടു മോഡറേറ്റ് ഉണ്ടായിരുന്നത് മോഡറേറ്റ് ടു ഹൈ ഡിഫിക്കൽട്ട് ലെവലിലേക്ക് വന്നുകൊണ്ടുണ്ടാകുന്ന ഒരു ചേഞ്ചാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ഇനി നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിൻ്റെ നെറ്റിൻ്റെ ഒരു കട്ട് ഓഫിൽ എന്ത് വേരിയേഷൻസ് വരുമെന്ന് നമുക്ക് നോക്കാം.
ലാസ്റ്റ് ടൈമിൽ നമുക്ക് എടുത്ത് നോക്കാം എക്കണോമിക്സിലെ അസിസ്റ്റന്റ് പ്രൊഫസറിൻ്റെ അതായത് നെറ്റിന് മാത്രമുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറി നമുക്ക് എടുത്തു കഴിഞ്ഞാൽ വന്നിരുന്ന കട്ട് ഓഫ് 180 ആയിരുന്നു മാർക്ക് എന്ന് പറയുന്നത് 60%. ഈ പ്രാവശ്യം അത് ഒരു 54-നും 59-നും ഇടയിൽ വരാനുള്ള പോസിബിലിറ്റി, ഒരു 55-56 ആ രീതിയിലേക്ക് നിങ്ങളത് എക്സ്പെക്ട് ചെയ്താൽ മതി എന്നുള്ളതാണ്. ആൻഡ് ദെൻ അതേപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന നോൺ ക്രീമിലർ OBC കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ടൈം ഇത് 54% ആയിരുന്നു, 162 മാർക്സ്. ഈ പ്രാവശ്യം അത് ഒരു 50% മുതൽ 53% വരെയാണ് പോസിബിലിറ്റി നമുക്കവിടെ ഉള്ളത് എന്നുള്ളതാണ്. EWS ആണെങ്കിൽ ലാസ്റ്റ് ടൈം ഇത് 55.33 ആയിരുന്നു, 166 മാർക്ക്. ഈ പ്രാവശ്യം പെർസെൻറ്റേജ് 51 മുതൽ 54 വരെ വരാനാണ് ഒരു പോസിബിലിറ്റി ഉള്ളത്. ഓക്കെ, ആൻഡ് ദെൻ SC കാറ്റഗറിയിലേക്ക് നമുക്ക് വന്നെങ്കിൽ ലാസ്റ്റ് ടൈം എക്സാക്ട്ലി 50% ആയിരുന്നു അവിടെ കട്ട് ഓഫ് അവിടെ നമുക്കവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ പ്രാവശ്യം അത് 44 മുതൽ ഏകദേശം ഒരു 49 വരെ വരാനുള്ളതെന്നുണ്ട് പോസിബിലിറ്റി അതവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ അതേപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഷെഡ്യൂൾ ട്രൈബിലേക്ക് നമുക്ക് വന്നെങ്കിൽ ലാസ്റ്റ് ടൈമിലെ കട്ട് ഓഫ് ഏകദേശം ഒരു മാർജിനലി ഒരു 49 ആയിരുന്നു വന്നിരുന്നത്, 148 മാർക്ക്. അത് ഈ പ്രാവശ്യം ഒരു 42-നും അതേപോലെ തന്നെ 48% ഇടയിൽ വരാനാണ് പോസിബിലിറ്റി. ഈ നെറ്റിൻ്റെ വേരിയേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കുറച്ച് നന്നായിട്ട് വരാനുള്ള പോസിബിലിറ്റിയാണ് നെറ്റ് JRF ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേനും. കാരണം ഈ പറഞ്ഞ രീതിയിലേക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നമുക്ക് നമ്പർ ഓഫ് അപ്പിയറൻസ് ആൻഡ് ദെൻ അതേപോലെ തന്നെ ഡിഫിക്കൽട്ടി ലെവൽ മാത്രമാണ് നമ്മുടെ കൈവശം ഉള്ളത്, നമ്പർ ഓഫ് അപ്പിയറൻസ് നമ്മുടെ കൈവശം ഇല്ല. അപ്പോൾ ആ ഡീവിയേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് വരാനുള്ള പോസിബിലിറ്റീസ് അവിടെയുണ്ട്. പക്ഷേ ഇൻ ബിറ്റ്വീൻ ഈ തന്നിരിക്കുന്ന വാല്യൂണിൽ തന്നെയാണ് കട്ട് ഓഫ് വരാനുള്ള പോസിബിലിറ്റി. നിങ്ങൾ ഒരു കാരണവശാലും ഈ കട്ട് ഓഫ് ഇതായിരിക്കും ഞാൻ ജയിക്കും എന്ന രീതിയിലേക്ക് ഇപ്പോൾ അവിടെ ഇരിക്കാൻ പാടില്ല. പ്രിപ്പറേഷൻസ് നല്ല രീതിയിലേക്ക് നമുക്കവിടെ തുടങ്ങേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് ഏതൊക്കെ ഏരിയയിൽ നിന്നായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ. എനിക്ക് ഭയങ്കര സന്തോഷത്തോടെ പറയാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിലേക്ക് ആപ്പിൾ ബിയുടെ ഒരു പ്രിപ്പറേഷൻസ് ഞാൻ സ്റ്റുഡൻസിന് കൊടുത്തൊരു ഗൈഡ് ലൈൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 66 മുതൽ 68% വരെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത ഏരിയയിൽ നിന്ന് മാത്രമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞിരിക്കുന്നത്. നന്നായിട്ട് പഠിച്ചിട്ട് പോയ സ്റ്റുഡൻസിന് നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അത് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതിൽ ഏറ്റവും നന്നായിട്ട് ക്ലാസ്സിൽ ഇപ്പം ഇവിടെ ഏതാ പറയുന്നത് വീഡിയോ കേൾക്കുന്ന ആൾക്കാർക്ക് അറിയാം, നമ്മൾ ഈ പ്രാവശ്യം ഓഫ്ലൈനിൽ ക്ലാസ് തുടങ്ങിയത് ഓരോ പ്രാവശ്യം ഞാൻ ഓരോ ഏരിയയിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് ദെൻ അതൊരു അനാലിസിസ് അനുസരിച്ചാണ് നമ്മൾ ഏതാ പറയുന്നത് വെയിറ്റേജ് കൊടുത്ത് നമ്മൾ ക്ലാസ്സിൽ മൂവ് ഓൺ ചെയ്യുന്നത്. ഈ പ്രാവശ്യം നമ്മൾ ക്ലാസ് തുടങ്ങിയ മോണിറ്ററി പോളിസി എന്നായിരുന്നു. ലാസ്റ്റ് ടൈം നമ്മൾ ക്ലാസ് തുടങ്ങിയ മൈക്രോ എക്കണോമിക്സ് ആണ്. ഈ പ്രാവശ്യം നമ്മൾ ക്ലാസ് തുടങ്ങി മോണിറ്ററി പോളിസി എന്നായിരുന്നു. മോണിറ്ററി പോളിസിന് ഏകദേശം ഒരു 6-7 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. കാരണം 5 ക്വസ്റ്റ്യൻ കോംപ്രിഹെൻഷൻ നേരിട്ട് അവിടെ കയറി ചോദിച്ചു എന്നുള്ളതാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചു പോകണം. അതുകൂടാതെ പിന്നീട് ഇവിടെ തന്നെ മോണിറ്ററി പോളിസി ടൂൾസുമായിട്ട് ബന്ധപ്പെട്ട സെപ്പറേറ്റ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 7ഓളം ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടി നേരിട്ട് ഒരൊറ്റ ടോപ്പിക്കിൽ നിന്നുള്ളതാണ് ബേസിക്കലി. ഓക്കെ, സോ അപ്പം നമ്മൾ അനാലിസിസ് നമുക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ മോണിറ്ററി പോളിസി ബേസ് ചെയ്ത് ഒരു കോംപ്രിഹെൻഷൻ പാസേജ് ഉണ്ടായിരുന്നു. അതുകൂടാതെ അവിടുന്ന് MCQ ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ കോമ്പിനേഷൻ നമുക്കവിടെ വന്നിരുന്ന പ്രോബിലിറ്റി ബേസ് ചെയ്താണ് ഡൈസ്. ഓക്കെ, അതിൻ്റെ ഒരു പ്രോബിലിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചിരുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് അത്യാവശ്യം വർക്ക് ചെയ്തിട്ട് പോയിരിക്കുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ടും അത് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ കോമ്പിനേഷൻ ഏകദേശം വലിയ തെറ്റില്ലാത്ത ഏരിയയിൽ തന്നെയാണ് ഈ പ്രാവശ്യം ചോദിച്ചിരുന്നത്. ആർക്കും അത് വർക്ക് ചെയ്ത് ശരിയാക്കാൻ പറ്റുമായിരുന്നു. ആപ്പിൾ ബിയിലെ സ്റ്റുഡൻസിന് നല്ല രീതിയിലേക്ക് അത് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു. കാരണം അത്രയും ഡെപ്തായിട്ട് ഞാൻ എടുത്തുപോയ ടോപ്പിക്കാണ് മോണിറ്ററി പോളിസി. ഈ പ്രാവശ്യം നമ്മുടെ ഏതാ പറഞ്ഞിരിക്കുന്നത്, അതായത് കമൻസ്മെൻറ്റ് സെഷനായിരുന്നു ഓഫ്ലൈൻ്റെ മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടുന്ന് തന്നെ ക്വസ്റ്റ്യൻ അത്രത്തോളം ചോദിച്ചപ്പോൾ നിങ്ങൾക്കത് അറിയാം എത്രത്തോളം നമ്മൾ അനാലിസിസ് നടത്തിയതിന് ശേഷം എത്രത്തോളം പഠിച്ചതിന് ശേഷമാണ് ഏതൊക്കെ ടോപ്പിക്കുകൾ പഠിക്കണം എന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ക്വസ്റ്റ്യൻ പേപ്പർ ഒഫീഷ്യലി വന്നു കഴിയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എടുത്ത് നോക്കാം. ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പറും അത് എവിടെ നിന്നൊക്കെയാണ് ഞാൻ അവിടെ പഠിപ്പിച്ചിരിക്കുന്നത്, അത് ഏതെല്ലാം ഏരിയകളിൽ റെഫറൻസ് കൊണ്ട് നടക്കാൻ നമുക്ക് കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ വെച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാവും. അതായത് ഒരു ഹൈ ഡിഫിക്കൽട്ട് ലെവലല്ല, മോഡറേറ്റ് ടു ഹൈ ഡിഫിക്കൽട്ട് ലെവലിലെ എക്സാം നമ്മൾ പറയുമ്പോഴും നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങളായിരുന്നു മജോറിറ്റിയും എക്കണോമിക്സിൻ്റെ പേപ്പർ 2 ഏകദേശം ഒരു 68-69% എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ വെയിറ്റേജ് ഉറപ്പായിട്ടും മനസ്സിലാവും. അത് ഒഫീഷ്യൽ ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ നമുക്ക് എടുത്ത് വെച്ച് ഓരോ ഏരിയയും 1 by 1 ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഏരിയ നോക്കുവാണെങ്കിൽ കാൾഡോറിൻ്റെ ഗ്രോത്ത് സ്റ്റേജസ് എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. നമ്മൾ വർക്ക് ചെയ്തിട്ട് പോയ ഏരിയയാണ് നിയോ ക്ലാസിക്കൽ ഗ്രോത്ത് മോഡൽ. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അവസാനം ക്ലാസ് എടുത്ത ഏരിയാസാണ് നിയോ ക്ലാസിക്കൽ ഗ്രോത്ത് മോഡൽ. അല്ലേ, നിയോ ക്ലാസിക്കൽ ഗ്രോത്ത് മോഡൽ എന്ന് പറയുമ്പോൾ എൻഡോജനസും എക്സോജനസും ആണ്. അതിൽ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഈ പറഞ്ഞ രീതിയിലേക്ക് എവിടുന്നാണ് സോളോ മോഡൽ എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഹാരഡമാർ മോഡൽ എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ദെൻ അവിടെ നിന്ന് തന്നെ ക്രോണോളജിക്കലോട്ട് ക്വസ്റ്റ്യൻ സോളോ ആൻഡ് ദെൻ ലൂയിസ് മോഡൽ, റോസ്റ്റോ സ്റ്റേജസ് ഇവിടെ നിന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബുക്സ് റിലേറ്റഡ് ക്രോണോളജി ഉണ്ടായിരുന്നു, ലൂക്കാസ് ക്രിട്ടിക് ഉണ്ടായിരുന്നു. ഇതൊക്കെ എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യണം. ഈ പറഞ്ഞിരിക്കുന്ന അല്ലേ, എനിക്കത് അത്ര ആത്മവിശ്വാസത്തോടെ പറയാൻ പറ്റുന്ന ക്ലാസ് ചെയ്യുന്ന സ്റ്റുഡൻസിനാണ്. ഈ പറഞ്ഞിരിക്കുന്ന ഓരോ ഏരിയയും വളരെ വ്യക്തമായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് ക്വസ്റ്റ്യൻ വർക്ക് ചെയ്തിട്ട് പോയ ഏരിയയാണ്. എല്ലായിടത്തും ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് ഇത്രയും ഡിഫിക്കൽട്ട് ഉള്ളൊരു എക്സാമിൽ പോലും ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറഞ്ഞ ഏരിയാസ് എന്ന് ക്ലാസ് ചെയ്യുന്ന ആൾക്കാർ എടുത്ത് നോക്കി, അല്ലെ ഓഫ്ലൈൻ സ്റ്റുഡൻസ് എടുത്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പറയുന്ന ഓരോ ഏരിയയും ഞാൻ ടോപ്പിക്ക് തിരിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ, നിയോ ക്ലാസിക്കൽ ഗ്രോത്ത് മോഡൽ, സോളോ മോഡൽ, ഗ്രോത്ത് മോഡൽ, ഹാരഡോമാർ ആൻഡ് ദെൻ അവിടെ നിന്ന് തന്നെയുള്ള ഏതാ പറഞ്ഞിരിക്കുന്നത് സോളോ മോഡലിൻ്റെയും ലോയിസ് മോഡലിൻ്റെയും ആൻഡ് ദെൻ റോസ്റ്റോ മോഡലിൻ്റെയും എല്ലാം ബേസിക് ഫോമാറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെട്ടാണെന്നുള്ളതാണ്. ശരിയല്ലേ, അവിടെ തന്നെയാണ് ലൂക്കാസ് പാരഡോക്സ് ഒക്കെ നമ്മൾ നേരിട്ട് നമ്മൾ പഠിച്ചു പോയിരിക്കുന്നതാണ്. ഈ പറഞ്ഞിരിക്കുന്ന ഏതാ പറയുന്നത് സോളോ മോഡൽ നമ്മൾ
ഡിസ്കസ് ചെയ്യുമ്പോൾ ക്ലാസ് ഇരുന്ന ആൾക്കാർ കറക്റ്റ് അറിയാം ഇവിടെ നിന്നെല്ലാം ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നു. സി ഇത് നമ്മൾ ഓർമ്മയിൽ നിന്ന് പറയുന്നതാണ്. എന്നിട്ട് പോലും ഇത്ര ഏരിയാസ് നമുക്ക് അവിടെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒറിജിനൽ ക്വസ്റ്റൻ പേപ്പർ വന്നു കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് അനാലിസിസ് നമുക്ക് നടത്താവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഗെയിം തിയറിയും നാഷണൽ ഇക്വിലിബ്രിയം ഇൻറ്റഗ്രേഷനും ഈ പറഞ്ഞിരിക്കുന്ന നാഷണൽ ഇക്വിലിബ്രിയം ഒക്കെ ലാസ്റ്റ് മൈക്രോയുടെ ക്വസ്റ്റൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് ഞാൻ പറഞ്ഞു തന്നു. ഓർക്കുന്നുണ്ടായിരിക്കും ഞാൻ സ്ട്രാറ്റജിയും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതേപോലെ ക്വസ്റ്റൻസ് അവിടെ ഉണ്ടായിരുന്നു. ഗെയിം തിയറി പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞു വിട്ടിരിക്കുന്നതാണ്. ആൻഡ് ദെൻ ഇൻറ്റഗ്രേഷൻ ക്വസ്റ്റൻ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ നമുക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ കോസ്റ്റ് തിയറം, പബ്ലിക് ഫിനാൻസിൻ്റെ സ്റ്റഡി പ്ലാൻസ് തന്ന് അത് പഠിക്കണം എന്ന് പറഞ്ഞ് കറക്റ്റായിട്ട് അതിൻ്റെ ഫുൾ പ്രീവിയസ് ക്വസ്റ്റൻ സോൾവ് ചെയ്ത് നമ്മൾ വന്നിരുന്നതാണ്. പിന്നെ എസിമെട്രിക് ഇൻഫർമേഷൻ, ക്യോട്ടോ പ്രോട്ടോകോൾ അല്ല ഈ പറഞ്ഞിരിക്കുന്ന ക്യോട്ടോ പ്രോട്ടോകോൾ എടുത്ത് കഴിയുമ്പോൾ സി ഞാനത് എപ്പോഴും ക്ലാസ് ഞാൻ പറയുന്നതാണ്. പേപ്പർ 1 നിങ്ങൾക്ക് ഉപയോഗിക്കും, അതുപോലെ തന്നെ പേപ്പർ 2 ക്വസ്റ്റൻസ് ചോദിക്കാൻ എൻ്റെ അടുത്ത് സ്റ്റഡി പ്ലാൻസ് മേടിച്ച് എല്ലാ ആൾക്കാർക്കും ഞാൻ കൊടുത്തിരുന്ന ടോപ്പിക്കാണ് ഈ പറഞ്ഞിരിക്കുന്ന പ്രോട്ടോകോൾസ് ബേസ്ഡ് ക്വസ്റ്റൻസ് എന്നുള്ളത്. ആൻഡ് ദെൻ ഡെമോഗ്രാഫി ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാനത് പറഞ്ഞു തന്നിരുന്നതാണ്. ഡെമോഗ്രാഫിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാച്ച് ഫോളോയിങ് ക്വസ്റ്റൻ നമുക്ക് അവിടെ നിന്ന് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ പഠിപ്പിച്ച ഏരിയാസ് തന്നെയാണ് മജോറിറ്റി ക്വസ്റ്റൻസിന് ചോദിച്ചിരുന്നത്. സി നിങ്ങൾക്ക് 100ൽ 100 ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതല്ല. ഇവിടുത്തെ കട്ട് ഓഫ് പോലും JRF കിട്ടാണ്ട് ഏകദേശം ഒരു 66% മതിയായിരിക്കും. ആ ഒരു സമയത്താണ് ഞാൻ ഈ പറയുന്നത് ബേസിക്കലി എന്താണ് നമ്മൾക്ക് പഠിപ്പിച്ചിരുന്ന ഏരിയ എന്നത് ഏകദേശം 70% അടുത്ത് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ. ആ ഏരിയ മാത്രം ഫോക്കസ് പോയാൽ നമുക്ക് മതിയായിരുന്നു എന്നുള്ളതാണ്. ISLM വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഏരിയയാണ്. ക്വസ്റ്റ്യൻ പ്രാക്ടീസ് അടക്കം, എക്സാംസ് അടക്കം, ഈ എക്സ്പെക്ടേഷൻസ് എല്ലാ കൈൻഡ് ഓഫ് എക്സ്പെക്ടേഷൻസും ഞാൻ നിങ്ങളെ പഠിപ്പിച്ചേക്കുന്നതും ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്തേക്കുന്നത് പോയി. നാഷണൽ എക്സ്പെക്ടേഷൻ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. പിന്നെ ഇത് അടുത്തത് ക്ലാസിക്കൽ എക്കണോമിക്സ്, സ്കൂൾ ഓഫ് തോട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതിന് മുഴുവൻ കാര്യങ്ങൾ നമ്മൾ ഡീൽ ചെയ്തിട്ട് പോയേക്കുന്നതാണ്. മാർജിനൽ പ്രൊപ്പൻസിറ്റി കൺസ്യൂം സി അത് പഠിപ്പിച്ചപ്പോൾ തന്നെ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോസിബിലിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എക്സാം അടക്കം നമ്മൾ ക്ലാസ്സിൽ ചെയ്തതാണ്. ക്ലാസ് സ്റ്റുഡൻസ് കറക്റ്റായിട്ട് അതൊക്കെ ഒന്ന് ഓർക്കുന്നുണ്ടായിരിക്കും കേട്ടോ പറഞ്ഞ കാര്യങ്ങൾ. ഓക്കൺസ് ലോ അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്യപ്പെട്ടതാണ്. അതുപോലെ തന്നെ ന്യൂ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് തോട്ടിൻ്റെ അവിടെ ന്യൂ ക്ലാസിക്കൽ എക്കണോമിക്സ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് നമ്മൾ പഠിച്ചു പോയ ഏരിയ ആയിരുന്നു എന്നുള്ളതാണ് അല്ലേ. ആൻഡ് ദെൻ അതേപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് മൈക്രോ എക്കണോമിക്സ് ചോദിച്ചിരുന്നു, ഡെഡ് വെയ്റ്റ് ലോസ് ചോദിച്ചിരുന്നു, കൺസ്യൂമർ സർപ്ലസ് ചോദിച്ചിരുന്നു, പരമാവധി എഫിഷ്യൻസി ചോദിച്ചിരുന്നു. ഇതെല്ലാം ഞാൻ പഠിപ്പിച്ചു വിട്ടതാണ് എല്ലാം അല്ലേ. ക്ലാസ് ചെയ്യുന്ന ആൾക്കാർ കറക്റ്റായിട്ട് അറിയാവുന്നതാണ്. ഡെഡ് വെയ്റ്റ് ലോസ് ഒക്കെ ഫോക്കസ് ചെയ്ത് പഠിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാൻ എല്ലാ പോസിബിലിറ്റീസും ഉണ്ട്. വെൽഫെയർ എക്കണോമിക്സിൽ എപ്പോഴും വരാൻ പോസിബിലിറ്റീസ് ഈ പറഞ്ഞ പരമാവധി എഫിഷ്യൻസി എന്ന ഫോംസിലേക്ക്, കൺസ്യൂമർ സർപ്ലസ് ആ കൂടെ തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് നമ്മളവിടെ പോയതാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഈ പ്രാവശ്യത്തെ മൈക്രോ എക്കണോമിക്സിൻ്റെ അലോക്കേഷൻ എടുത്ത് നോക്കുക. സാധാരണഗതിയിൽ ഏകദേശം ഒരു 13 ക്വസ്റ്റൻസ് ഒക്കെ ചോദിക്കുന്നത് മൈക്രോ എക്കണോമിക്സിൽ. ഈ പ്രാവശ്യം അത്രത്തോളം ക്വസ്റ്റൻ ഉണ്ടായിരുന്നില്ല. അവിടെ ഞാൻ പറഞ്ഞിരിക്കുന്നത് എത്രത്തോളം പ്രിപ്പറേഷൻസ് നടത്തിയതിന് ശേഷമാണ് നിങ്ങൾ മുമ്പിലേക്ക് ക്ലാസ്സുമായിട്ട് വരുന്നത്. ഈ പ്രാവശ്യം മൈക്രോ എക്കണോമിക്സിൻ്റെ ക്ലാസ് ഞാൻ ഏറ്റവും ലാസ്റ്റ് ടൈമാണ് എടുത്തത്. മേജർ ഏരിയാസ് ടച്ച് ചെയ്ത് പോയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ഒരു ഫോർമാറ്റിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഏതാ പറഞ്ഞിരിക്കുന്നത്, അത് എവിടെ നിന്നാണ് ക്വസ്റ്റൻ ഓരോ പ്രാവശ്യം വരുന്നത് എന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ നമുക്ക് ഓരോ ഫോക്കസിനും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമുണ്ട്. ജൂൺ ടൈമിൽ എപ്പോഴും കറണ്ട് അഫയേഴ്സിൽ നിന്ന് ക്വസ്റ്റൻസ് കൂടുതൽ ചോദിക്കും. അതായത് ഈ പറഞ്ഞിരിക്കുന്ന ബജറ്റ് ബേസ്ഡ് ക്വസ്റ്റൻസ് ഉണ്ടായിരിക്കും. ആൻഡ് ദെൻ അതേപോലെ തന്നെ നമുക്ക് ഇന്ത്യൻ എക്കോണമി ബേസ്ഡ് ക്വസ്റ്റൻസ് കൂടുതലായിരിക്കും. അപ്പോൾ ബജറ്റും എക്കണോമിക് സർവേ ഇന്ത്യൻ എക്കോണമിയും കടന്നു വരുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ കൂടെ 2 കോമ്പറ്റീഷൻ വരുമ്പം എല്ലാ ടോപ്പിക്കിൽ നിന്നും 10 ക്വസ്റ്റൻ ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ ബേസിക്കലി അലോക്കേഷൻ കുറഞ്ഞു പോകാനുള്ള പോസിബിലിറ്റി അതുകൊണ്ടാണെന്നുള്ളതാണ്. അപ്പോൾ ജൂൺ ടൈമിലേക്ക് വന്നു കഴിഞ്ഞതിന് അപ്പോൾ മൈക്രോ ഒക്കെ ഞാൻ പറഞ്ഞാണ്, ഞാൻ കുറേ ഏരിയാസ് ഔട്ട് ചെയ്ത് തരും. ആ ഏരിയയിൽ നിന്ന് മാത്രം നോക്കിയിട്ട് പോവാം. സിലബസ് വലിച്ചു വാരി പഠിക്കുന്നവരല്ല ജയിക്കുന്നത്. കറക്റ്റായിട്ട് എന്ത് പഠിക്കണം, ഓരോ ടൈമിനും ടെൻഡൻസി എന്താണെന്ന് നോക്കി പഠിക്കുന്ന ആൾക്കാരാണ്. മൈക്രോ എക്കണോമിക്സിൻ്റെ ഈ ചോദിച്ചിരിക്കുന്ന ടോപ്പിക്കുകളൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ഡെഡ് വെയ്റ്റ് ലോസ് ഒക്കെ ക്ലാസ് ചെയ്യുന്ന ആൾക്കാർ കറക്റ്റായിട്ട് അറിയാം. ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞ ഗ്രാഫ് അടക്കം, അതിൻ്റെ സ്പ്ലിറ്റപ്പ് അടക്കം നിന്ന് അതിൻ്റെ മാത്തമാറ്റിക്കൽ ഫോംസ് അടക്കം നമ്മളവിടെ കറക്റ്റായിട്ട് നമ്മളവിടെ പഠിച്ചിട്ട് പോയതാണ് എന്നുള്ളതാണ്. ഇന്റർനാഷണൽ എക്കണോമിക്സ്, എച്ച് ഒ തിയറത്തിന് അസോസിയേറ്റ് തിയറംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞിരിക്കുന്നതാണ് ഈ സ്റ്റോപ്പസ് സമ്മേഴ്സ് ഇതിനൊക്കെ അസോസിയേറ്റ് തിയറംസ് ആണെന്നുള്ളതാണ്. ആൻഡ് ദെൻ ഫോറിൻ ട്രേഡ് പോളിസി എന്ന് ക്വസ്റ്റൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ദെൻ അതേപോലെ തന്നെ നമുക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ ഫിനാൻസ് കമ്മീഷൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ച് ഇന്ത്യൻ എക്കോണമിയിൽ ഉറപ്പായിട്ടും ക്വസ്റ്റൻ ചോദിക്കും. അത് ഇന്ത്യൻ എക്കോണമി പബ്ലിക് ഫിനാൻസ് എങ്ങനെ വേണം നിങ്ങൾക്ക് പരിഗണിക്കാവുന്ന രീതിയിലേക്ക് ഞാൻ പറഞ്ഞു വിട്ടിരുന്നതാണ് ക്വസ്റ്റൻ ഉണ്ടായിരുന്നത്. MSME എത്ര പ്രാവശ്യം ഞാൻ എടുത്തു. MSME പഠിപ്പിക്കുമ്പോഴെല്ലാം ഞാൻ പറയുന്നുണ്ടായിരുന്നു പുതിയ ബജറ്റിൽ MSMEക്ക് റിവിഷൻ നടന്നിട്ടുണ്ട്, ക്വസ്റ്റൻ ചോദിക്കുന്ന ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അതേപോലെ ക്വസ്റ്റൻ അവിടെ ചോദിക്കുന്നുണ്ടായിരുന്നു. ബജറ്റ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചാണ്. അവിടെ ഞാൻ നിങ്ങൾക്ക് റുപ്പിയുടെ ഇൻഫോയും ഔട്ട്ഫോയും വളരെ വ്യക്തമായിട്ട് അതിൻ്റെ അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡർ എന്നാണ് 2 ക്വസ്റ്റൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ പബ്ലിക് ഡെറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആൻഡ് ദെൻ ഫീച്ചേഴ്സ് ഓഫ് അലൊക്കേഷൻ ആൻഡ് എക്സ്റ്റേണാലിറ്റീസ് അവിടെ ചോദിച്ചിരുന്നു. ആൻഡ് ദെൻ കമ്മിറ്റി ബേസ്ഡ്, കമ്മിറ്റിക്ക് നമുക്കൊരു ബുക്ക് തന്നെയുണ്ട് അറിയായിരിക്കും. ഓക്കെ, അതിനെ ബേസ് ചെയ്ത് ക്രോണോളജിക്കൽ ഓർഡർ ക്വസ്റ്റൻ നമുക്ക് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇത് ഈ ഏരിയാസ് എല്ലാം നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഏരിയ എന്നായിരുന്നു അവിടെ ക്വസ്റ്റൻസ് അവിടെ വന്നിരുന്നത് എന്നുള്ളതാണ്. ഇത് മോണിറ്ററി പോളിസിന്ന് വീണ്ടും ടൂൾസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റൻസ് ചോദിച്ചിരുന്നു. RBIയുടെ പ്രിയാമ്പിൾ അമെൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റൻസ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇത് നമുക്ക് ഓർമ്മയിൽ നിന്ന് എവിടെയൊക്കെ ചോദിച്ചു എന്നുള്ള ക്വസ്റ്റൻസ് മാത്രം നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കിയുള്ള ക്വസ്റ്റൻസ് എല്ലാം നമ്മളെ സംബന്ധിച്ച് എന്തായിരുന്നു, നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെട്ട ക്വസ്റ്റൻസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 68-70% വരും. ഒഫീഷ്യൽ ക്വസ്റ്റ്യൻ പേപ്പർ വലിയ താമസിക്കാതെ വരും.
അതായത് റിസൾട്ട് എന്ന് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജൂലൈയിൽ തന്നെ നമുക്ക് ഏകദേശം നിങ്ങൾക്ക് പ്രൊഫഷണൽ ആൻസർ കീ വരും. എല്ലാവരും നിങ്ങളുടെ റെസ്പോൺസ് ഷീറ്റ് സേവ് ചെയ്ത് വെച്ചോണം. നമുക്കത് അനാലിസിസിന് ആവശ്യമാണ്. അത് വെച്ചിട്ടാണ് അടുത്ത ടൈമിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം നമ്മൾ തീരുമാനിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ മാസം ഏകദേശം ഒരു അവസാനത്തോടുകൂടി നമുക്ക് ഈ പറയുന്ന ഒരു ജൂലൈ ലാസ്റ്റോടുകൂടി നമുക്ക് പ്രൊഫഷണൽ ആൻസർ കീ വരാനാണ് പോസിബിലിറ്റി. ഓഗസ്റ്റോടുകൂടിയൊക്കെ മേ ബി റിസൾട്ട് വരാനുണ്ട് പോസിബിലിറ്റി നമുക്കവിടെ ഉണ്ട്. ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. റിസൾട്ട് വരാൻ വേണ്ടി ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഇപ്പോഴേ നിങ്ങൾ പഠിച്ചു തുടങ്ങിയപ്പോഴാണ് അതാണ് അവിടുത്തെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനിയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഞാനിപ്പോൾ എന്തിനാണ് ഈ ഒരു അനാലിസിസ് കണ്ടക്ട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മജോറിറ്റി ഇപ്പം നമുക്കറിയാം ഈ പറഞ്ഞിരിക്കുന്ന സോഷ്യൽ മീഡിയ ഇത്രത്തോളം ആക്റ്റീവ് ആവുന്നതിനും എക്സാം തുടങ്ങുന്നതിന് മുമ്പ് അനാലിസിസ്, തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം അനാലിസിസ്, ആരൊക്കെ അനാലിസിസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ പറഞ്ഞ രീതിയിലേക്കുള്ള അനാലിസിസുമായിട്ട് ഇറങ്ങുന്ന വീഡിയോസ് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്നുള്ളതാണ്. ലിസൺ ടു മീ, നോട്ട് മൈ വേർഡ്സ്. ഓരോ എക്സാമിനും ഓരോ ട്രെൻഡ് ആയിരിക്കും. ഡിഫിക്കൽട്ട് ലെവലാണെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പാറ്റേൺ ആണെങ്കിലും. അപ്പം ചില ടൈമിൽ എക്കണോമിക്സിൽ നിന്ന് വെയിറ്റേജ് കൂടുതൽ കയറി ചോദിക്കും. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഒരു സ്റ്റുഡൻറ്റിൻ്റെ അസംഷനാണ് ഏതാ പറഞ്ഞിരിക്കുന്നത്, അതറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ ഡിസ്ക്വാളിഫൈഡ് ആയത്. അവിടെ എക്കണോമിക്സിൻ്റെ 10 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 12 ക്വസ്റ്റ്യൻ ചോദിച്ചെന്ന് വിചാരിക്കുക. ആ 12 ക്വസ്റ്റ്യൻ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? 88 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് അപ്പോൾ എന്ത് പറ്റി? അവിടുന്ന് തന്നെ നിങ്ങൾ കുറേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 10-20% കുറച്ച് കളഞ്ഞു. ക്വാളിഫൈഡ് ആയിട്ട് 60% പോരെ. JRF ആണെങ്കിൽ ഒരു 66% കഴിഞ്ഞ പ്രാവശ്യം വന്നത്, അതൊരു 66% JRF കിട്ടത്തില്ലേ, അതുകൂടെ കുറച്ചു. അപ്പോൾ എന്താ? അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്ത ഏരിയയിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്കോർ ചെയ്യാൻ പറ്റാത്ത ഡിഫിക്കൽട്ട് ലെവൽ കൂടുതലുള്ള ഏരിയയിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ തെറ്റിക്കുന്നതുകൊണ്ടല്ല നിങ്ങൾ ഡിസ്ക്വാളിഫൈഡ് ആവുന്നത്. നിങ്ങൾക്ക് ശരിയാക്കാമായിരുന്ന ഒരുപാട് ഏരിയയിൽ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ തെറ്റിച്ചു. അപ്പോൾ അറിയാവുന്ന ക്വസ്റ്റ്യൻ തെറ്റിക്കുന്നതുകൊണ്ടാണ് ഡിസ്ക്വാളിഫൈഡ് ആവുന്നത്. അപ്പം അനാലിസിസ് ഒക്കെ കണ്ടതിന് ശേഷം നിങ്ങൾ എന്താ പഠിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മജോറിറ്റി കുട്ടികളും എടുക്കുന്ന ഒരു ഇൻഫറൻസ് എന്താണെന്ന് അറിയോ? അതായത് ഓരോ പ്രാവശ്യം പ്രധാനപ്പെട്ട ചില ഏരിയയിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കും. അടുത്ത പ്രാവശ്യത്തേക്ക് വേണ്ടി അവിടെ ഇരുന്നങ്ങ് പഠിക്കും. ബാക്കിയുള്ള ഏരിയ നിങ്ങൾ എന്ത് ചെയ്യും? പൂർണ്ണമായിട്ട് നെഗ്ലക്റ്റ് ചെയ്യും. ഈ ലൂപ്പ് ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. ഇതല്ല നിങ്ങൾ ചെയ്യേണ്ടത്. സിലബസിലെ കോർ ഏരിയയിൽ നിന്ന് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഏകദേശം ഒരു 65% മുതൽ 70% വരെ ക്വസ്റ്റ്യൻ ചോദിക്കും. അതൊരു മാറ്റം വരില്ല. അതിൽ നിന്ന് 30% ഡീവിയേഷൻ വന്നേക്കാം. ചില ഏരിയയിൽ നിന്ന് കൂടുതൽ വെയിറ്റ് ചോദിച്ചേക്കാം. ഇപ്പം ജൂണിലെ എക്സാം ഒക്കെ നടക്കുന്നതിന് നമുക്കറിയാമല്ലോ, കറണ്ട് അഫെയറിൽ നിന്ന് ക്വസ്റ്റൻസ് വരും, യൂണിയൻ ബജറ്റിൽ നിന്ന് ക്വസ്റ്റൻസ് ഉണ്ടായിരിക്കും, പബ്ലിക് ഫിനാൻസിൽ നിന്ന് ക്വസ്റ്റൻസ് ഉണ്ടായിരിക്കും. അതായത് ഇന്ത്യൻ എക്കോണമിക് പറഞ്ഞിരിക്കുന്നത് ബേസ് ചെയ്തിട്ടുള്ള കറണ്ട് അഫെയർസ് ക്വസ്റ്റൻസിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ബാക്കിയുള്ള സബ്ജക്റ്റിൻ്റെ അലോക്കേഷൻ കുറേ, എസ്പെഷ്യലി 2 പാസേജ് കൂടെ വരുന്നുണ്ട്, 2 കോമ്പിനേഷൻ ക്വസ്റ്റൻ വരുന്നുണ്ട്, 10 മാർക്ക് അവിടെ നിന്ന് മാറും. അതിൻ്റെ കൂടെ കറണ്ട് അഫെയർസ് വരുമ്പോഴത്തേനും എല്ലായിടത്തും ഫസ്റ്റ് ക്വസ്റ്റൻ ചോദിക്കാനുള്ള പോസിബിലിറ്റി ഇല്ല. അപ്പോൾ ലാസ്റ്റ് ടൈമിൽ എക്കണോമിക്സിൽ നിന്ന് കുറച്ച് ക്വസ്റ്റൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇന്ത്യൻ എക്കോണമി കുറച്ച് ക്വസ്റ്റൻ കൂടുതലായിരുന്നു. നെക്സ്റ്റ് ടൈമിൽ ഞാൻ അതിൽ നിന്ന് പഠിച്ചേക്കാം. അതല്ല, ഓരോ എക്സാമിനും ഓരോ പാറ്റേൺ ഉണ്ട്. അവിടെ വെയിറ്റേജ് കൂടുതൽ ചോദിക്കുന്ന ഏരിയാസ് കറക്റ്റായിട്ട് മനസ്സിലാക്കി അവിടെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു പ്രാവശ്യം ക്വസ്റ്റ്യൻ കൂടുതൽ ചോദിച്ച് ഏരിയയിൽ ഇരുന്ന് കുത്തിയിരുന്ന് പഠിക്കാതെ എല്ലാ സിലബസ് പോർഷനും ഈക്വൽ വെയിറ്റേജ് കൊടുക്കുക. കോർ സിലബസ് പോർഷൻ കറക്റ്റായിട്ട് പഠിച്ചിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് 70% അതിന് മുകളിലേക്ക് സ്കോർ ചെയ്യുന്നത് ക്വൈറ്റ് ഈസിയാണ്. എൻ്റെ സിമ്പിൾ പോയിൻ്റാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരികയും അവിടുന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ നിങ്ങൾ തെറ്റിച്ചുകൊണ്ടല്ല നിങ്ങൾ ഡിസ്ക്വാളിഫൈഡ് ആവുന്നത്. ഈ പ്രാവശ്യത്തെ റെസ്പോൺസ് ഷീറ്റ് വരുമ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തോളൂ. ഡൗൺലോഡ് ചെയ്ത ശേഷം ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങൾ എടുത്ത് നോക്ക്. നിങ്ങൾ ആ 100 ക്വസ്റ്റ്യനിൽ എക്കണോമിക്സിൻ്റെ എത്ര അറിയാവുന്ന ക്വസ്റ്റൻ നിങ്ങൾ തെറ്റിച്ച് കളഞ്ഞ് എന്നിട്ട് നിങ്ങളുടെ കട്ട് ഓഫ് നിങ്ങൾ എടുത്ത് നോക്കുക. ആ കട്ട് ഓഫിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഏതാ പറയുന്നത്, ജനറൽ കാറ്റഗറിക്ക് ക്വാളിഫൈഡ് ആകാണ്ട് 60% കട്ട് ഓഫ് എന്ന് വിചാരിക്കുക വന്നത്. ഓക്കെ, നെറ്റിന് മാത്രമുള്ള കട്ട് ഓഫ് 60% ആണെന്ന് വിചാരിക്കുക, ചുമ്മാ ഹൈപ്പോത്തറ്റിക്കലി. ഓക്കെ, എന്നിട്ട് അതേ ടൈമിൽ നിങ്ങൾക്ക് അറിയാവുന്ന എത്ര ക്വസ്റ്റ്യൻ നിങ്ങൾ തെറ്റിച്ചെന്ന് എടുത്ത് നോക്കുക. അറിയത്തില്ലാത്ത ക്വസ്റ്റ്യൻസ് അല്ല, നിങ്ങളുടെ വീക്ക് ഏരിയയിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തെറ്റി, അത് മാത്രമല്ല. എന്നാൽ നിങ്ങൾക്ക് അറിയാവുന്ന എത്ര ക്വസ്റ്റ്യൻസ്, ഈസി ക്വസ്റ്റ്യൻസ് നിങ്ങൾ തെറ്റിച്ചെന്ന് എടുത്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ പെർസെൻറ്റേജ് സ്കോറും എടുത്ത് നോക്കുക. നിങ്ങളുടെ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന പെർസെൻറ്റേജ് സ്കോറും ജയിക്കാൻ വേണ്ടിയിരുന്ന പെർസെൻറ്റേജ് സ്കോറും നമ്മുടെ ഡിഫറൻസ് നിങ്ങൾ തെറ്റിച്ച് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അവിടെയാണ് നിങ്ങളുടെ ഡിഫറൻസ് വരുന്നത്. അവിടെയാണ് നിങ്ങൾ ഇനി കൂടുതലായിട്ട് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ് കേട്ടോ. സോ അപ്പം ഒരു അനാലിസിസ് കേട്ടതിന് ശേഷം ഓരോ പ്രാവശ്യത്തെയും പാറ്റേൺ മനസ്സിലാക്കി അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ടെൻഷൻ അടിക്കുക അല്ല വേണ്ടത്. കറക്റ്റായിട്ട് ഇത് പറഞ്ഞു തരാൻ പറ്റുന്ന, ഇത് ഞാൻ പറഞ്ഞല്ലോ, എക്കണോമിക്സിന് 100-150 കുട്ടികൾ ഒരു ടേമിൽ ഇവിടുന്ന് ക്വാളിഫൈഡ് ആവുന്നുണ്ട്. ഇത്ര നാളുകളായിട്ട് എന്തുകൊണ്ടാണ് എക്കണോമിക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ആപ്പിൾ ബീറ്റ് ഒരു ട്രേഡ് മാർക്കായിട്ട് മാറി? ഈ അക്കാദമി ഉണ്ടാകുന്ന എക്കണോമിക്സിന് ക്ലാസ് വെച്ചിട്ടാണ്. ഇവിടെ ആദ്യം എക്കണോമിക്സിന് മാത്രമേ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത്രത്തോളം റിസൾട്ട് വരാനുള്ള കാരണം എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഏതാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാവുന്നതാണ്. എല്ലാ പ്രാവശ്യം ഞാൻ സ്റ്റുഡൻസിന് പറയുന്നതാണ്, യു ഹാവ് ടു ട്രസ്റ്റ് മീ. ഏരിയാസ് ഏതെന്ന് ഞാൻ ലിസ്റ്റ് ചെയ്ത് പറയാം, അവിടെ നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചിട്ട് പോകും. ഈ പ്രാവശ്യം ഞാനിപ്പോൾ ടോപ്പിക് എടുത്ത് പറഞ്ഞു, ഞാൻ ക്ലാസ് തുടങ്ങി മോണ്ട് റിപ്പോർട്ട്സ് എന്നാണ്. 7 ക്വസ്റ്റ്യൻ മോണ്ട് റിപ്പോർട്ട്സ് നിന്ന് ഈ പ്രാവശ്യം കയറി ചോദിച്ചതെന്നുള്ളതാണ്. ആ 7 ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എവിടെയാണ് നമുക്ക് ഒരു പെർഫോമൻസ് നമുക്ക് അവിടെ എത്തി നിൽക്കുക എന്നുള്ളതാണ് അവിടുത്തെ മാറ്റർ കേട്ടോ. അപ്പം കറക്റ്റായിട്ടൊരു സ്ട്രാറ്റജി തയ്യാറാക്കി കോർ സിലബസ് പോർഷൻ എപ്പോഴും ഫോക്കസ് ചെയ്യുക. അതാണ് എക്കണോമിക്സ് സ്റ്റുഡൻസ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പം ഞാൻ ഈ അനാലിസിസുമായിട്ട് വന്ന് യൂഷ്വലി ഞാൻ ഇങ്ങനെ ചെയ്യാറില്ല. നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ അറിയാം, എന്നെ അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം, അനാലിസിസിലൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യേണ്ടത് ലാസ്റ്റ് ടൈമിൽ നിങ്ങളുടെ റെസ്പോൺസ് ഷീറ്റ് സേവ് ചെയ്ത് വെക്കുക.
അത് നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഹിൻ്റാണ് അടുത്ത എക്സാമിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത്. അത് നോക്കിയതിന് ശേഷം നമുക്ക് അടുത്ത എക്സാമിന് വേണ്ടി പ്ലാൻ ചെയ്യാം. അത് ഓരോ വ്യക്തിക്കും ഡിഫറെൻ്റ് ആയിരിക്കും. അല്ലാതെ കോമൺ ആയിട്ടൊരു സ്റ്റഡി പ്ലാൻ അല്ല എല്ലാവർക്കും വേണ്ടത്. കോമൺ ആയിട്ടൊരു പ്ലാൻ എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എക്കണോമെറ്റിക്സിനെയും മാത്സിനെയും മാത്തമാറ്റിക്കൽ എക്കണോമിക്സിനെയും സ്റ്റാറ്റിസ്റ്റിക്സിനെയും ബേസ് ഒരു പ്ലാൻ ഉണ്ടായി കഴിഞ്ഞാൽ അത് സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പഠിച്ച് വന്ന് ആ ഏരിയ സ്ട്രോങ് ആയിട്ട് ആൾക്കാർക്ക് വർക്കാവും. അല്ലാത്ത ആൾക്കാർക്ക് അത് വർക്കാകില്ല ബേസിക്കലി. എന്നാൽ അത് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്വാളിഫൈഡ് ആകുകയില്ല. അതിന് കറക്റ്റ് ഒരു സ്ട്രാറ്റജിയാണ് നിങ്ങൾക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ അത് ഓഫ്ലൈൻ ഓൺലൈൻ ഫോമാറ്റിൽ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. ഇത്രയും കുട്ടികൾ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു 150 കുട്ടികൾ മിനിമം എക്കണോമിക്സിൽ ഓരോ ടൈമിൽ ഇവിടുന്ന് ക്വാളിഫൈഡ് ആകുന്നുണ്ട്. എന്തുകൊണ്ട് അത്ര റിസൾട്ട് വരുന്നത്? അത് മാർക്ക് ലിസ്റ്റ് അടക്കം വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യണം. നിങ്ങൾക്ക് പോയിട്ട് എപ്പോൾ വേണമെങ്കിലും അത് നോക്കാവുന്നതാണ്. പിന്നെ ഇവിടുത്തെ അഡ്മിഷൻസ് മുഴുവൻ റെഫറൻസ് ആണ്. ഇവിടുന്ന് പഠിച്ച് ക്വാളിഫൈഡ് ആയ കുട്ടികളാണ് നമുക്ക് അടുത്ത കുട്ടികളെ സജസ്റ്റ് ചെയ്ത് അവിടെ വരുന്നതെന്നുള്ളതാണ്. അപ്പോൾ എക്കണോമിക്സിൻ്റെ കാര്യം എനിക്ക് അത്രത്തോളം ഒതൻറ്റിക് ആയിട്ട് പറയാൻ സാധിക്കുന്നുള്ളതാണ്. എനിവേ ഈ പ്രാവശ്യത്തെ എക്സാം കഴിഞ്ഞ് ഡിസപ്പോയിൻ്റ് ആയിട്ടിരിക്കുന്ന എല്ലാ ആൾക്കാരും എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങാം. റിവിഷൻസ് സ്റ്റാർട്ട് ചെയ്യുക, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ എളുപ്പമാണ് ഇത് വെച്ചുകൊണ്ടിരിക്കുന്നത് റിസൾട്ട് വരാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത എക്സാം നല്ല ആത്മവിശ്വാസത്തോടെ വീണ്ടും പഠിക്കുക. നിങ്ങൾക്ക് വേണ്ട റിസൾട്ട് നിങ്ങളെ തേടി വരും. സ്മാർട്ട് ഓഫ് ടൈം. ദിസ് ഇസ് പ്രോസസ് വേഴ്സസ് റിസൾട്ടാണ്. യു ഹാവ് ടു ട്രസ്റ്റ് ദ പ്രോസസ്. കീപ് മൂവിങ്. ഓക്കെ, ഡു ഇറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ. നിങ്ങൾക്ക് വേണ്ട റിസൾട്ട് നിങ്ങളെ തേടി വരും. ക്ഷമയാണ് വേണ്ടത്. അതുവരെ വെയിറ്റ് ചെയ്യുക കേട്ടോ. താങ്ക് യു സോ മച്ച്. അപ്പോൾ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ തരത്തിൽപ്പെട്ട ഒരു അനാലിസിസ് ഞാനിവിടെ കവർ ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും കൺസേൺസോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബൈ.